ഫ്യൂച്ചർ കിഡ്സ് 1 year ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ്. ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഫ്യൂച്ചർ കിഡ്സിന് പറയാനായിട്ട്. നമുക്ക് പാരന്റ്സിന്റെ ഫീഡ്ബാക്ക് ഒന്ന് കേട്ടു നോക്കാം. ഹായ്, ഫ്യൂച്ചർ കിഡ്സ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാനിപ്പം ഫ്യൂച്ചർ കിഡ്സിൽ വന്നിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ടാവും ഏകദേശം. അന്ന് എനിക്ക് വരുമ്പോൾ ഒരു ADHD ആൻഡ് ബിഹേവിയർ പ്രോബ്ലംസ് ആയിട്ടാണ് വരുന്നത്. ബിഹേവിയർ അവർ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് പറയാം, നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നെ ഓരോ ദിവസവും ഞാനുള്ള സമയത്താണെങ്കിൽ അവർ വിളിച്ച് ഒരു സെക്ഷൻ കഴിയാനാവുന്ന നേരത്ത് വന്നിട്ട് അവർ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുന്നുണ്ട്. അവർ അതിനെന്തൊക്കെ ചെയ്യാന്നുള്ളത് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫ്യൂച്ചർ കിഡ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം കുട്ടിയിലുണ്ടായ കുറച്ച് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഫ്യൂച്ചർ കിഡ്സിലേക്ക് വരാനുണ്ടായ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമിൽ നന്നായിട്ട് കാർട്ടൂൺസ് കണ്ടിട്ട് ആൾക്ക് നല്ല ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വാശി പിടിക്കുക, ഫുൾ ടൈം സ്ക്രീൻ ടൈമിൽ ഇരിക്കുക, പിന്നെ പറയുന്നൊന്നും അനുസരിക്കാതിരിക്കുക, അറ്റൻഷൻ്റെ കുറവ്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അത് മെയിൻലി അത് ഗോളാക്കി എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഫ്യൂച്ചർ കിഡ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇത് വന്നതിന് ശേഷം ആൾക്ക് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ആളിപ്പോൾ നല്ല കാമാണ്. ആൾക്ക് വെയിറ്റിംഗ് ടോളറൻസും അറ്റൻഷൻ ആണെങ്കിലും എല്ലാം ഇംപ്രൂവ് ആയിട്ടുണ്ട്. കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ കിഡ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുതരോ? ഫ്യൂച്ചർ കിഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുന്ന മുന്നേ വേറെ തെറാപ്പി സെന്ററിലൊക്കെ പോയിട്ടുള്ള ആളാണ്. നമുക്കിവിടെ ഒരു ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ അവരെ തെറാപ്പി മെത്തേഡ് തന്നെ ഡിഫറെൻ്റ് ആണ്. ബാക്കിയുള്ളിടത്ത് മാത്രമല്ല, അവർ ട്രെയിൻ ചെയ്യുന്ന മോനെ മാത്രമല്ല നമ്മളെ വീട്ടിലുള്ളവരും കൂടി ട്രെയിൻ ചെയ്യാണ്. നമ്മൾ എങ്ങനെ അവരെ ഓരോ കാര്യങ്ങൾ അവരുടെ എങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ അവരെ അപ്രോച്ച് ചെയ്യണം, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, അതിന് ഓരോ സൊല്യൂഷൻ. അതായത് മോനിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മോനിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനങ്ങനെ അവരെ നമ്മളെയും കൂടി ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഫ്യൂച്ചർ കിഡ്സിലേക്ക് വന്നതിന് ശേഷം കുട്ടിക്ക് എന്താണ് തോന്നുന്നത്? മോന് വരുന്ന സമയം ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പഠിക്കാനും, ഇതിനെല്ലാം സ്കൂളിൽ പോകുന്നതിന് ട്യൂഷൻ പോകാനായാലും ഭയങ്കര താല്പര്യമുണ്ട് പഠിക്കാനും. ആദ്യം അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര മടിയായിരുന്നു പോകാനായാലും പഠിക്കാനായാലും ഒക്കെ ഭയങ്കര മടിയായിരുന്നു, കരച്ചിലല്ലേ. അപ്പം അങ്ങനെയൊന്നുമില്ല, ആൾ നല്ലൊരു ഉഷാറിലായിട്ട് ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ കിഡ്സിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്താണ്? നമ്മൾക്ക് കുട്ടികളെ ഇവിടെ ഫ്യൂച്ചർ കിഡ്സിൽ തെറാപ്പിക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികളെ അവിടെ ആക്കിയിട്ട് പോകാം. അതാണ് ഏറ്റവും, അവർ ഭയങ്കര കെയറിങ് ആണ്. തെറാപ്പി കഴിഞ്ഞ് നമ്മൾ എടുക്കാൻ വരുന്നവരെ അവർ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ തന്നെ നോക്കും. നമുക്ക് അവിടെ ഇറക്കിയിട്ട് പോകുന്നതിന് ഒരു പേടിയുമില്ല. അതാണ് മറ്റുള്ള തെറാപ്പി സെൻറ്റേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ കണ്ടത്.